അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും രക്ഷയും ഉണ്ടാകട്ടെ. ഇസ്ലാമിൻ്റെ അഭിവാദന രീതിയാണ് പരസ്പരം കാണുമ്പോൾ സലാം പറയുക എന്നുള്ളത്. നമുക്കിടയിലും അതുകൊണ്ട് തന്നെ സലാം പറയുക എന്നുള്ളത് വളരെ കോമൺ ആണ്. എന്നാൽ അതിൻ്റെ മഹത്വം എന്താണ് എന്നറിയാതെയാണ് പലപ്പോഴും നമ്മളത് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ സലാം പറയാറുള്ളത്. പലപ്പോഴും നമുക്കിടയിൽ അതൊരു എറിഞ്ഞു പിടിപ്പിക്കുന്ന ഒരു പ്രക്രിയ പോലെയാണ് നടക്കാറുള്ളത്. ഈ സലാം പറയുന്നത് ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ഇതെപ്പോൾ തുടങ്ങിയതാണ്? അതുകൊണ്ടുള്ള ഒരു മെച്ചം എന്താണ് എന്നതിനെ കുറിച്ചിട്ടൊന്നും വല്ലാതെ നമ്മളങ്ങ് ചിന്തിക്കാറില്ല എന്നതാണ് സത്യം. നമ്മളൊരു ശീലം പോലെ, അല്ലെങ്കിൽ ഒന്ന് യാന്ത്രികമായിട്ട് എന്താണ് നമ്മളതിങ്ങനെ എറിഞ്ഞ് പിടിപ്പിച്ച് പോവുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. മാത്രമല്ല, നമ്മൾ ഏറ്റവും അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ എന്താക്കാറുമില്ല, പലപ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് സലാം പറയുക എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അഭിവാദനം വരാറും ഇല്ല. അതായത് നമ്മുടെ ഇണകളോട്, നമ്മുടെ മക്കളോടൊക്കെ അത് പറയാൻ ഭയങ്കര മടിയുമായിരിക്കും. എന്നാൽ നമ്മൾ എന്താവും, പുറത്തുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ സലാം പറയുകയും ചെയ്യും. ഇതൊക്കെ നമുക്കിടയിൽ എന്താണ്, സലാം പറയുക എന്നുള്ളതിൻ്റെ ഒരു മഹത്വം, അതിൻ്റെ ഒരു വാല്യൂ അറിയാത്തത് കൊണ്ട് നമ്മളിൽ സംഭവിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം പടച്ചോൻ ആദം അലൈഹിസ്സലാമിനോട് പറയാണ്, അവിടെയുള്ള മലക്കുകളുടെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുക. അപ്പോൾ അവർ തിരിച്ചെന്താക്കും, ഒരു പ്രത്യഭിവാദ്യം ചെയ്യും. അതാണ് നിനക്കും നിന്റെ സന്തതികൾക്ക്, സന്താന പരമ്പരകൾക്കുമുള്ള അഭിവാദന രീതി. അങ്ങനെ ആദം അലൈഹിസ്സലാം പോയിട്ട് മലക്കുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ തിരിച്ച് ആദം അലൈഹിസ്സലാമിനോട് പറയാണ്, അസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹ്. അങ്ങനെയാണ് ആദം അലൈഹിസ്സലാം തൊട്ടിട്ട് ഇനി അവസാനം ജനിക്കുന്ന കുഞ്ഞിന് വരെയുമുള്ള അതായത് മുഴുവൻ മനുഷ്യരാശിക്കും വേണ്ടിയുള്ള ഒരു അഭിവാദന രീതി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് എവിടുന്ന് വന്നതാണ്? പടച്ച റബ്ബിന്റെ അടുത്തുനിന്ന് ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ മുതൽ വന്നിരിക്കുന്നതാണ്. ഇത് ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അതുപോലെ തന്നെ സൂറത്തു നൂറിൽ 61-ാമത്തെ ആയത്തിലെ പടച്ച റബ്ബ് പറയാണ്, റബ്ബിങ്കിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും അത്യുത്തമവുമായ അഭിവാദന രീതിയാകുന്നു സലാം. റബ്ബ് പറയാണ്, فَإِذَا دَخَلْتُمْ بُيُوتًا فَسَلِّمُوا عَلَى أَنفُسِكُمْ تَحِيَّةً مِنْ عِنْدِ اللَّهِ مُبَارَكَةً طَيِّبَةً. അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹീതവും അത്യുത്തമവുമായ അഭിവാദനം എന്ന നിലയിൽ നിങ്ങൾ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പരസ്പരം സലാം പറയുക. നമുക്കിടയിലുള്ള പരസ്പര ബാധ്യതയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയുന്നതിനെ പഠിപ്പിച്ചു തരുന്നത്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം എന്ന് പറഞ്ഞു തുടങ്ങുന്ന 2 രീതിയിലുള്ള ഹദീസുകൾ നമുക്ക് കാണാം. അതിൽ ഒരിടത്ത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ സലാം പറയുന്നതിനെയും ബാധ്യതയായി പറഞ്ഞിട്ടുണ്ട്. മറ്റൊരിടത്ത് റദ്ദുസലാം, സലാം മടക്കുന്നതിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാധ്യതയായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ സലാം പറയുന്നതിനെ കൊണ്ട് എന്താ മെച്ചം എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ വിശ്വാസികളാവുകയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. ഈ രീതിയിൽ നമ്മൾ സലാം പറയുന്നതിനെ മനസ്സിലാക്കുമ്പോൾ തന്നെ
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ നഫ്സിനെ ബാധിച്ചിരിക്കുന്ന ശക്കുകളൊക്കെ നമുക്ക് മാറും. അതായത് നമുക്കിടയിൽ പരസ്പര സ്നേഹവും പരസ്പര സാഹോദര്യവും വളർത്താനുള്ള ഒരു മഹത്തായ വാക്യമാകുന്നു, അഭിവാദന രീതിയാകുന്നു സലാം പറയുക എന്നുള്ളത്. ഇനി സലാം പറയുമ്പോ അസ്സലാമു അലൈക്കും എന്നതിൽ അവസാനിപ്പിക്കാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഈ രീതിയിൽ പറയുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. ഇത് ശരിക്കും ഒരു പ്ലൂറൽ ആണ് അല്ലെ, ഒരു ബഹുവചന രീതിയാണ്. അതിൽ തന്നെ എന്തുണ്ട്? നമ്മുടെ മറുഭാഗത്ത് നിൽക്കുന്ന ആളോടുള്ള ഒരു റെസ്പെക്ട്. അസ്സലാമു അലൈക്ക എന്നും പറയാം, പക്ഷെ അതൊരു ബഹുവചന രൂപമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. കും എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ ആണത്. അപ്പൊ അവിടെ തന്നെ നമ്മൾ എന്താണ്, നമ്മൾ മറ്റൊരാളെ കാണുമ്പോഴുള്ള ഒരു റെസ്പെക്റ്റ് ആണ്, ഒരു ആദരവാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേൽ, താങ്കളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. അസ്സലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടച്ചവന്റെ, അള്ളാഹുവിന്റെ ഗുണനാമങ്ങളിൽപ്പെട്ട ഒരു നാമം കൂടിയാണ്. സലാം എന്ന് പറയുമ്പോൾ ശാന്തി, സമാധാനം, രക്ഷ എന്നൊക്കെയാണ്. അപ്പൊ താങ്കളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. ഇനി അതിന്റെ കൂടെ റഹ്മത്തുല്ലാഹ് എന്ന് കൂട്ടുമ്പോഴോ, റഹ്മത്ത് വാവ് ആൻഡ് ആണ്, എന്നുള്ളതാണ്. റഹ്മത്ത് എന്ന് പറയുമ്പോൾ കാരുണ്യം. റഹ്മത്തുല്ലാഹി അള്ളാഹുവിന്റെ കാരുണ്യവും, അള്ളാഹുവിന്റെ കാരുണ്യവും. പിന്നെയോ വ ബറകാതുഹു, ഈ വാവും നമ്മൾ പറഞ്ഞ വാവുൽ അത്ഫാണ്, അതായത് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. ബറകാതുഹു എന്ന് പറഞ്ഞാലോ, ബറകാത്ത് എന്ന് പറയുമ്പോൾ അനുഗ്രഹങ്ങൾ, ബറകാതുഹു എന്ന് പറയുമ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ. അപ്പോ ശാന്തിയും സമാധാനവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും താങ്കൾക്കുമേൽ ഉണ്ടാവട്ടെ എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാവാക്യം അല്ലെങ്കിൽ ഒരു ആശംസ, ഒരു അഭിവാദന രീതിയാണ് സലാം പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സലാം പറയുമ്പോൾ ഈ രൂപത്തിൽ തന്നെ പറയാൻ നമ്മൾ, അതായത് മനസ്സറിഞ്ഞുകൊണ്ട് അങ്ങനെ പറയാൻ തന്നെ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുക. അസ്സലാമലൈക്കും എന്ന് പറയുന്നതിന് പകരം അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ പറയാൻ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, അത് ജീവിതത്തിന്റെ ഭാഗമാക്കുക. മറ്റൊരു കാര്യമാണ്, നമ്മുടെ പ്രസൻസിലുള്ള ഒരാൾക്കാണ് നമ്മൾ സലാം പറയുന്നത് എങ്കിൽ കൈ കൊടുക്കാൻ നമ്മൾ എന്താക്കുക, പരിശ്രമിക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ടും വാട്സപ്പിലൂടെ ഒക്കെയാണ് ഈ സംഭവങ്ങൾ പലപ്പോഴും നടക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രസൻസിലുള്ള ഒരാൾക്കാണ് എങ്കിൽ നമ്മൾ എന്താക്കുക, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എന്താക്കുക, കൈ കൊടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക. ഈ കൈ കൊടുക്കുക എന്ന് പറയുന്ന സംഭവമൊക്കെ നമുക്കിടയിൽ ഉണ്ട്, ഇല്ലാത്തതല്ല. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമ്മൾ എങ്ങനെയാണ് കൈ കൊടുക്കാറുള്ളത്. നമ്മുടെ കയ്യിൽ പല സാധനങ്ങളും ഉണ്ടാവും. പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് എന്ത്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, ചിലപ്പോൾ കർച്ചീഫ് ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ കീ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാ സാധനങ്ങളും പിടിച്ചുകൊണ്ട് നമ്മൾ എന്താക്കും, ഒരാൾക്ക് കൈ കൊടുക്കുമ്പോൾ നമ്മുടെ 2 വിരല് കൊണ്ടൊക്കെയാണ് കൊടുക്കുക. എന്നിട്ട് എങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കുക. ഈ പറഞ്ഞ പണിയാണ് നമ്മൾ കൈ കൊടുക്കുന്നതിലൂടെ ചെയ്യുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഇങ്ങനെയാണ് മുറുക്കെ അതങ്ങ് പിടിച്ചിട്ട് മറ്റയാൾ വിടുന്നത് വരെ അദ്ദേഹം കൈ വിടില്ലായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അതായത് ആ കൈ കൊടുക്കുന്നതിലൂടെ, കൈ കൊടുത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സലാം പറയുന്നതിലൂടെ അവർക്കിടയിലുള്ള പരസ്പര ബഹുമാനവും സാഹോദര്യവും എന്താണ്, ഒന്നുകൂടി ആഴത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സലാം പറയുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് വീടുകളിൽ സലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അതായത് പലപ്പോഴും ഈ സംഭവം ഒന്നും വീടുകളിൽ നടക്കൂല. പുറത്തുള്ള ആളുകൾക്കൊക്കെ നമ്മൾ എന്താക്കും, സലാം പറയും, കൈ കൊടുക്കും, ഈ സംഗതികളൊക്കെ നടക്കും. എന്നാൽ വീടുകളിൽ പലപ്പോഴും എന്താവാറില്ല, സലാം പറയുക എന്നുള്ള ആ പ്രക്രിയ തന്നെ നടക്കാറില്ല. ഇനി നടക്കുന്ന വീടുകളിലാവട്ടെ സലാം എറിഞ്ഞു പിടിപ്പിക്കാറാണ് പതിവ്. അതായത് ഇപ്പോ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന, രാവിലെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്ന
ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ചിലപ്പോൾ എന്താക്കും, ആ ഡോറ് തുറക്കുമ്പോൾ അസ്സലാമലൈക്കും ഞാൻ പോയേ എന്ന് പറയും. അപ്പോൾ വീടിന്റെ അങ്ങേ അറ്റത്തുള്ള ഇണകളാവട്ടെ, അല്ലെങ്കിൽ ഉമ്മയോ ഉപ്പയോ ആവട്ടെ, ആങ്ങളമാരോ അനുജത്തിമാരോ ഒക്കെ ആവട്ടെ, അങ്ങേ അറ്റത്തുനിന്ന് എറിഞ്ഞ് സലാൻ മടക്കി കൊടുക്കും, വലൈക്കും സ്ലാം എന്നുള്ളത്. അത് കേട്ടാലായി, കേട്ടില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോവും. അതായത് എറിഞ്ഞു പിടിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ് പലപ്പോഴും നമ്മുടെ വീടുകളിൽ നടക്കുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മൾ ആദ്യം എന്താക്കണം, ഈ പറഞ്ഞ സംഗതിയെ അതിന്റെ എല്ലാ മഹത്വത്തോടും കൂടി നമ്മൾ എന്താക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം, അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതായത് വീട്ടിൽ നടക്കാത്തതൊന്നും പുറത്ത് നടന്നതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അതിനെ കൊണ്ട് വലിയ മെച്ചമൊന്നും ഇല്ല. നമ്മൾക്ക് എന്താണ് കിട്ടിയത് എന്നുള്ളതല്ല, നമ്മളിനി എന്താണ് നമ്മളിലൂടെ ഉള്ള തലമുറയ്ക്ക് എന്ത് കൊടുക്കുന്നു എന്നതിലാണ് പ്രാധാന്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മുടെ മാതാപിതാക്കളോട് സലാം പറയുന്നത് ശീലിക്കണം. അതേപോലെ നമ്മുടെ ഇണകൾക്ക്, അത് ആണിനോടും പെണ്ണിനോടുമാണ് പറയുന്നത്, ഇണകൾക്ക് നമ്മൾ കൈ കൊടുത്ത് സലാം പറഞ്ഞിട്ടൊക്കെ കുറേ കാലമായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താക്കുക, ഒന്ന് മാറ്റി പിടിക്കുക. ഇന്ന് പോയിട്ട് നമ്മുടെ ഇണകളുടെ അടുത്ത് പോയിട്ട് കൈ കൊടുത്ത് അവരുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ടൊന്ന് സലാം പറയുക. സലാം മുഴുവനായിട്ട് പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ ശരിക്കും ആ ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും വർദ്ധിക്കുന്നത് കാണാം. റബ്ബ് പറഞ്ഞില്ലേ, മവദ്ദത്തും വറഹ്മ എന്ന് പറഞ്ഞില്ലേ, ആ രണ്ട് സംഗതികളും ഈ കൈ കൊടുക്കുന്നതിലൂടെ വർദ്ധിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കളോടും. മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താക്കുക, അവരോളം താഴ്ന്നിരുന്നു കൊണ്ട് അവർക്ക് കൈ കൊടുത്ത് അവരുടെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് സ്കൂളിൽ അയക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചു വരുമ്പോഴും മക്കൾക്ക് ആദ്യം അത് അറിയില്ല, നമ്മളത് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് മക്കൾക്ക് അതെന്താവുന്നത്, ഇങ്ങനെ ഒരു ശൈലിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിവാദന രീതിയുണ്ട് എന്ന് മക്കള് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിപ്പിച്ച്, നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ എന്താവും, പറഞ്ഞു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സലാം പറയടോ എന്നല്ല, നമ്മൾ സലാം പറയുക. നമ്മൾ നമ്മുടെ കുട്ടികളോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് സലാം പറയുക. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താവും, മക്കള് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മക്കള് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അപ്പൊ ഇൻഷാ അല്ലാഹ് സലാം പറയുക എന്നുള്ളത് പരസ്പര സാഹോദര്യത്തിന്റെ, പരസ്പര ആദരവിന്റെ, പരസ്പര സ്നേഹത്തിന്റെ ഒരു അഭിവാദന രീതിയാണ്. അത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താക്കുക, നമുക്കിടയിൽ പ്രാക്ടീസ് ചെയ്യുക. പടച്ചറബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിന്റെ സംസ്കാരത്തെ പ്രചരിപ്പിക്കാൻ നമ്മളൊക്കെ അല്ലാതെ പിന്നെ ആരാ ഉള്ളത് എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.